ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് CSF എക്സാമിനേഷൻ. CSF എന്നാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ആ പേര് കൊണ്ട് തന്നെ നമുക്കറിയാം ബ്രെയിൻ, സ്പൈനൽ കോഡ് ഇവയുമായി ബന്ധപ്പെട്ടതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഒന്നാം വർഷ അനാറ്റമി ഫിസിയോളജി ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ട്രിപ്പിൾ ലെയർ മെംബ്രെയിൻ ഉണ്ട് എന്ന്. ആ ട്രിപ്പിൾ ലെയർ മെംബ്രെയിന് 3 നിരകളുള്ള ആ മെംബ്രെയിൻ സിസ്റ്റത്തിന് നാം പറയുന്നത് മെനിഞ്ചസ് എന്നാണ്. മെനിഞ്ചസിന്റെ 3 നിരകൾ ഏറ്റവും പുറമേ ഉള്ളത് ഡ്യൂറാമേറ്റർ. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുറമേ ഉള്ളത് ഡ്യൂറാമേറ്റർ, അതിന് തൊട്ട് ഉള്ളിലായി അരക്കിനോയിഡ്, ഏറ്റവും ഉള്ളിലായി ബ്രെയിനിനെ ക്ലോസ് ആയി കവർ ചെയ്തുകൊണ്ട് പയാമേറ്റർ. 3 നിരകളാണ് ഡ്യൂറാമേറ്റർ, അരക്കിനോയിഡ്, പയാമേറ്റർ. ഈ നിരകളിൽ അരക്കിനോയിഡ്, പയാമേറ്റർ എന്നിവയുടെ ഇടയിലായിട്ട് കാണുന്ന അരക്കിനോയിഡിനും പയാമേറ്ററിനും ഇടയിലായി കാണുന്ന ഒരു സ്പേസ് അഥവാ ക്യാവിറ്റിക്ക് സബ് അരക്കിനോയിഡ് സ്പേസ് അല്ലെങ്കിൽ സബ് അരക്കിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നു. ഈ സബ് അരക്കിനോയിഡ് സ്പേസ് ബ്രെയിനിന്റെ ചുറ്റും കാണപ്പെടുന്നു. അതുപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ ചുറ്റും ഈ സബ് അരക്കിനോയിഡ് സ്പേസ് കാണപ്പെടുന്നു. ഈ സബ് അരക്കിനോയിഡ് സ്പേസിൽ നിറഞ്ഞു ഇരിക്കുന്ന ഒരു ദ്രാവകം അഥവാ ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത് സബ് അരക്കിനോയിഡ് സ്പേസിൽ മാത്രമല്ല ഉണ്ടാകുക, ബ്രെയിനിന്റെ ഉള്ളിൽ ചില ക്യാവിറ്റികൾ, ചില സ്പേസുകൾ കാണാറുണ്ട്. ഈ ബ്രെയിനുള്ളിൽ കാണുന്ന ആ ക്യാവിറ്റികൾക്ക് അഥവാ സ്പേസുകൾക്ക് നാം വിളിക്കുന്ന പേര് വെൻട്രിക്കിൾസ് എന്നാണ്. ഇതൊരു കൊറോണൽ സെക്ഷൻ ആണ്. ബ്രെയിനിന്റെ ഒരു കൊറോണൽ, ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും കൊറോണൽ സെക്ഷൻ. കൊറോണൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിന് പാരലൽ ആയിട്ട് ചെയ്യുന്ന സെക്ഷൻസിനാണ് നമ്മൾ കൊറോണൽ സെക്ഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മുടെ തല ഈ രീതിയിൽ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ആ കാണുന്ന ആ സെക്ഷനാണ് നമ്മൾ കൊറോണൽ സെക്ഷൻ. അങ്ങനെ ഒരു കൊറോണൽ സെക്ഷൻ നടത്തി കഴിയുമ്പോൾ വെൻട്രിക്കിളുകൾ നമുക്ക് വ്യക്തമാകും. വെൻട്രിക്കിളുകൾ 2 ലാറ്ററൽ വെൻട്രിക്കിൾസ്, ലെഫ്റ്റും റൈറ്റും ലാറ്ററൽ വെൻട്രിക്കിൾസ്, നടുവിൽ 3rd വെൻട്രിക്കിൾ, 4th വെൻട്രിക്കിൾ. ഈ 4th വെൻട്രിക്കിള് സബ് അരക്കിനോയിഡ് സ്പേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിലെ CSFന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് വെൻട്രിക്കിളുകൾക്കുള്ളിലാണ്. ഈ വെൻട്രിക്കിളുകൾക്കുള്ളിൽ കാണുന്ന കൊറോയിഡ് പ്ലെക്സസ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥികൾ, ഈ കൊറോയിഡ് പ്ലെക്സസ് കാപ്പിലറികൾ ഒരു പ്രത്യേക രീതിയിലുള്ള മെംബ്രെയിനും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് കൊറോയിഡ് പ്ലെക്സസ്. ഈ കൊറോയിഡ് പ്ലെക്സസിൽ ബ്ലഡിലുള്ള പ്ലാസ്മയെ ഫിൽറ്റർ ചെയ്ത് ഈ വെൻട്രിക്കിളിനുള്ളിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ഇപ്പൊ കൊറോയിഡ് പ്ലെക്സസ് പ്ലാസ്മയെ അൾട്രാ ഫിൽട്രേഷന് വിധേയമാക്കി നിർമ്മിക്കുന്നതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വെൻട്രിക്കിളിലേക്ക് ആദ്യം സെക്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ഇങ്ങനെ ഈ സബ് അരക്കിനോയിഡ് സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് CSFന്റെ പ്രൊഡക്ഷൻ തുടർച്ചയായി നടക്കുന്നതാണ്. തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് തന്നെ അത് തുടർച്ചയായിട്ട് റീഅബ്സോർബ് ചെയ്യുകയും വേണം. ഇപ്പൊ ഏകദേശം ഒരു 6-7 മണിക്കൂറിനുള്ളിൽ CSF കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് പുതിയ CSF ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പഴയതിനെ റീഅബ്സോർബ് ചെയ്യുന്നു. ആ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് അരക്കിനോയിഡ് വില്ലെ അഥവാ അരക്കിനോയിഡ് ഗ്രാനുലേഷൻ എന്ന് പറയുന്ന സ്ട്രക്ചറുകളാണ് അതിനെ റീഅബ്സോർബ് ചെയ്യുന്നത്. ഇനി CSF ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ആ ട്രാക്ക് നമുക്ക് മനസ്സിലാകും. അത് സബ് അരക്കിനോയിഡ് സ്പേസ്, വെൻട്രിക്കിള്, അതുപോലെ സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന സെൻട്രൽ സ്പൈനൽ കനാൽ, ഈ സ്പൈനൽ കനാൽ, ഈ സ്ഥലങ്ങളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ഒരു ഡബിൾ വാട്ടർ ബെഡിനുള്ളിലാണ്. ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും ഫ്ലൂയിഡിന്റെ ആ ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഉള്ളത്. ബ്രെയിനിന്റെ തൂക്കം ഏകദേശം 1.5 കിലോഗ്രാം, 1500 ഗ്രാം ആണ്.
പക്ഷേ ഇത് ഈ ഫ്ലൂയിഡില് സസ്പെൻഡഡ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അതിന് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 50 ഗ്രാമിന്റെ നെറ്റ് എഫക്റ്റ് മാത്രമേ ബ്രെയിനിനുള്ളൂ. ഇനി CSF കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ CSF പരിശോധനകൾ, അതിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള പരിശോധനകൾ തുടങ്ങിയവയാണ് ഈ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇത് ബ്രെയിനിന്റെയും അതുപോലെ സ്പൈനൽ കോഡിന്റെയും ഒരു സജീറ്റൽ സെക്ഷൻ ആണ്. നമ്മുടെ മുഖത്തിനൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ സെക്ഷനാണ് നമ്മൾ സജീറ്റൽ സെക്ഷൻ എന്ന് പറയുക. ഇപ്പൊ ഒരു ലാറ്ററൽ വ്യൂ, സൈഡിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടും. ഈ ചിത്രത്തിൽ നോക്കുക. സബാരക്നോയിഡ് സ്പേസും വെൻട്രിക്കിൾസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും at the level of L2, L എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലംബാർ എന്നാണ്. സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര, ലംബാർ റീജിയനിൽ 5 വെർട്ടിബ്ര ആണുള്ളത്. ആ സെക്കൻഡ് ലംബാർ വെർട്ടിബ്രയുടെ ലെവൽ വരെ മാത്രമേ സ്പൈനൽ കോഡ് എത്തുന്നുള്ളൂ. അതിന് താഴേക്കുള്ള ഈ സ്പേസ്, അതായത് സബാരക്നോയിഡ് സ്പേസ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ സ്പൈനൽ കോഡ് സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര വരെ മാത്രമേ എത്തുന്നുള്ളൂ. ഇതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രയോജനം? CSF ഏതെങ്കിലും പരിശോധനയ്ക്ക് നാം കളക്ട് ചെയ്യുമ്പോൾ പൊതുവെ ലംബാർ പങ്ക്ചർ എന്നൊരു പ്രൊസീജിയർ വഴിയാണ് നാം കളക്ട് ചെയ്യുന്നത്. ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നീഡിൽ ഉപയോഗിച്ച്, ലംബാർ പഞ്ച് നീഡിൽ ഉപയോഗിച്ച് വെർട്ടിബ്രൽ കോളത്തിന്റെ ഈ ഭാഗം പിയേഴ്സ് ചെയ്തിട്ട് ഇതിനുള്ളിൽ നിന്നും ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു. ഈ ഭാഗത്തൊക്കെ ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷെ നമ്മൾ സെക്കൻഡ് ലംബാറിന് താഴേക്കുള്ള ഭാഗം, 3rd, 4th, 5th ലംബാർ, ഈ റീജിയനിലുള്ള CSF ആണ് കളക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്തായിരിക്കാം? സിമ്പിൾ ആണ്. ഈ ഭാഗത്തുനിന്ന് ആ നീഡിൽ ഉപയോഗിച്ച് കളക്ട് ചെയ്യുമ്പോൾ ഈ സ്പൈനൽ കോഡിൽ ടച്ച് ചെയ്യാനും ഇഞ്ചുറി ആകാനുമുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്താകുമ്പോൾ സ്പൈനൽ കോഡ് ഇല്ലാത്തതിനാൽ, അത് സ്പൈനൽ കോഡ് L2 ലെവൽ വരെ മാത്രമേ ഉള്ളൂ. L3, L4, L5 ഈ പോർഷൻ സ്പൈനൽ കോഡിന്റെ എക്സ്റ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് വളരെ സേഫ് ആയി ഈ ഭാഗത്ത് നമുക്ക് CSF-നെ കളക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ലംബാർ പങ്ക്ചർ ലംബാർ റീജിയനിലുള്ള 3, 4, 5 ഈ വെർട്ടിബ്രയുടെ ഗ്യാപ്പിൽ കൂടി നടത്തുന്നത്. What is CSF? Cerebrospinal fluid is a clear watery fluid circulating in the subarachnoid space of meninges and ventricles of brain. നാം ഡിസ്കസ് ചെയ്തതാണ്. ബ്രെയിനിന്റെ വെൻട്രിക്കിളുകളിലും അതുപോലെ സബാരക്നോയിഡ് സ്പേസിലും കാണപ്പെടുന്ന വാട്ടറി ആയിട്ടുള്ള വെള്ളം പോലുള്ള ഒരു ഫ്ലൂയിഡിനാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് CSF, ധർമ്മങ്ങൾ, എന്തെല്ലാം ധർമ്മങ്ങളാണ്, എന്തെല്ലാം ജോലികളാണ് CSF നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത്? It provides physical support to brain. ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുക. മുമ്പ് പറഞ്ഞു, ആ ബ്രെയിനിനെ അതിന്റെ പൊസിഷനിൽ കൃത്യമായിട്ട് നിലനിർത്തി അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് CSF-ന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. രണ്ടാമതായി, പ്രൊട്ടക്ട്സ് ബ്രെയിൻ ഫ്രം ഇമ്പാക്ട് പ്രഷർ. ഇമ്പാക്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ തലയിൽ ശക്തമായ അടി കിട്ടുക, അല്ലെങ്കിൽ തല എവിടെയെങ്കിലും മുട്ടിപ്പോവുക, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ബ്രെയിനിലേക്ക് ആ ആഘാതം എത്താതെ അതിന്റെ ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നത് തടയുന്നു. മൂന്നാമത്തെ, എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് സിൻസ് ബ്രെയിൻ ഹാസ് നോ ലിംഫാറ്റിക് സിസ്റ്റം. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ ഭാഗത്തും ലിംഫാറ്റിക് സിസ്റ്റം നിലവിലുണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമുക്കറിയാം. ബ്ലഡ് വെസലിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശത്തെ അല്ലെങ്കിൽ ലവണാംശത്തെ തിരിച്ച് ബ്ലഡിലേക്ക് എത്തിക്കുക. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഏതെങ്കിലും റിലീസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അവയും തിരിച്ച് ബ്ലഡിലേക്ക് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിനുള്ളത്. ബ്രെയിനിനെ സംബന്ധിച്ച് ബാക്കിയുള്ള അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലിംഫാറ്റിക് സിസ്റ്റം നിലവിലില്ല. അതുകൊണ്ട് ബ്രെയിനിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ ബ്ലഡിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. നാലാമത്, മെയിൻ്റനൻസ് ഓഫ് അയോണിക് ഹോമിയോസ്റ്റാസിസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പൊ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ അയോണുകൾ
ബ്ലഡിലുള്ള അയോണുകളെ കുറിച്ച് നമുക്കറിയാം. സോഡിയം, പൊട്ടാസ്യം, then bicarbonate, hydrogen, calcium, phosphorus, so many ions are there. ആ അയോണിക് ഹോമിയോസ്റ്റാസിസ്, അത് നമ്മുടെ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള ആ അവസ്ഥയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. അവസ്ഥ നിലനിർത്തുന്നതിനാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്രകാരം ആ അയോണിക് ഇക്വിലിബ്രിയം, അയോണിക് ബാലൻസ്, ആ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സിഗ്നിഫിക്കൻസ് ആണ്, പ്രാധാന്യം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷന്റെ പ്രാധാന്യം. ഒന്നാമത്തത് ഡയഗ്നോസിസ് ഓഫ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ മെനിഞ്ചസിനെ, ബ്രെയിനിനെ കവർ ചെയ്യുന്ന, സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ആ സ്ഥലം, ആ മെനിഞ്ചസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നാം മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട്, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, വൈറസ് കൊണ്ടുണ്ടാകാം, ഫംഗസ് കൊണ്ടുണ്ടാകാം. ഏത് രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ആണെങ്കിലും മെനിഞ്ചസിനെ ബാധിക്കുന്നതിനെ നാം മെനിഞ്ചൈറ്റിസ് എന്നാണ് പറയുന്നത്. അതിന്റെ ഡയഗ്നോസിസിന് CSF എക്സാമിനേഷൻ സഹായിക്കുന്നു. മറ്റൊന്ന് ഡയഗ്നോസിസ് ഓഫ് മാലിഗ്നൻസി, ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. മാലിഗ്നന്റ് ഡിസീസ് ബ്രെയിനിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട്. ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ടാകാം. അപ്രകാരമുള്ള ട്യൂമറുകളിൽ മാലിഗ്നന്റ് ട്യൂമറുകൾ ഉണ്ടാകാം. ആ മാലിഗ്നന്റ് സെല്ലുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് CSF എക്സാമിനേഷൻ സഹായിക്കുന്നു. മൂന്നാമത്തത് ഡയഗ്നോസിസ് ഓഫ് സബ് അരക്നോയിഡ് ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവം. രക്തക്കുഴലുകളിലാണ് സാധാരണ ബ്ലഡ് കാണുക. ആ രക്തക്കുഴലിൽ നിന്നും ബ്ലഡ് ഓപ്പൺ സ്പേസിലേക്കോ അല്ലെങ്കിൽ ബോഡി സർഫസിലേക്കോ ഇന്റേണൽ ആയിട്ടുള്ള അവയവങ്ങളിലേക്കോ രക്തക്കുഴലിനും രക്തം പുറത്തു വരുന്ന ആ പ്രോസസ്സിനാണ് നാം ഹെമറേജ്, രക്തസ്രാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹെമറേജ് നമ്മുടെ തലച്ചോറിൽ സംഭവിച്ച് സബ് അരക്നോയിഡ് സ്പേസിലേക്ക്, ആ സ്പേസ് എന്താണെന്ന് നാം മനസ്സിലാക്കിയിരുന്നു, ആ സബ് അരക്നോയിഡ് സ്പേസിലേക്ക് ഹെമറേജ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഹെമറേജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ എക്സാമിനേഷൻ സഹായിക്കുന്നു. ദെൻ ലംബാർ പങ്ക്ചർ. ലംബാർ പങ്ക്ചറിനെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് ലംബാർ പങ്ക്ചർ. കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മാർഗമാണ് ലംബാർ പങ്ക്ചർ. അതല്ലാത്ത രീതിയിൽ വെൻട്രിക്കുലാർ കാനുലേഷൻ വഴിയും ഫോണ്ടൻല പങ്ക്ചർ വഴിയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എങ്കിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ലംബാർ പങ്ക്ചർ ആണ്. It is a method of collection of CSF from subarachnoid space or spinal cord. സ്പൈനൽ കോഡിലെ സബ് സ്പേസിൽ നിന്നും CSF-നെ കളക്ട് ചെയ്യുന്ന, CSF നമ്മൾ ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ് ലംബാർ പങ്ക്ചർ. ലംബാർ പങ്ക്ചർ അഥവാ LP നീഡിൽ ഈസ് യൂസ്ഡ് ഫോർ കളക്ഷൻ. കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ നീഡിൽ LP നീഡിൽ എന്നാണ് പറയുന്നത്. LP നീഡിൽ ഒരു ലോങ് ആയിട്ടുള്ള, ഹോളോ ആയിട്ടുള്ള ഒരു നീഡിലാണ്. അതിന് സ്റ്റിലറ്റും അതിന്റെ കൂട്ടത്തിലുണ്ടാകും. ആ നീഡിലേക്ക് ഒരു മാനോമീറ്റർ കണക്ട് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാകും. LP needle is administered between third and fourth lumbar vertebrae in adults. അഡൽട്സിന്റെ കേസിൽ മൂന്നാമത്തെയും നാലാമത്തെയും ലംബാർ വെർട്ടിബ്രയുടെ ഇടയിൽ കൂടിയാണ് LP നീഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, നീഡിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. നീഡിൽ അങ്ങോട്ട് തുളച്ച് കയറ്റുന്നത് 3ഉം 4ഉം ലംബാർ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് അഡൽട്ടിന്റെ കേസിൽ. ചിൽഡ്രനിൽ, സ്മോൾ ചിൽഡ്രനിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് 4ഉം 5ഉം ലംബാർ വെർട്ടിബ്രയിലെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടിയാണ് ലംബാർ പങ്ക്ചർ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ലംബാർ വെർട്ടിബ്രയ്ക്ക് ശേഷം ഉള്ള സ്പേസിലേക്ക് ചെയ്യുന്നതെന്ന് നാം മുമ്പ് പറഞ്ഞതാണ്. കാരണം സ്പൈനൽ കോഡിന് ഇഞ്ചുറി ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3, 4 അല്ലെങ്കിൽ 4, 5 ലംബാർ വെർട്ടിബ്രയുടെ ഇടയിൽ കൂടി നീഡിൽ കടത്തിയാൽ. LP നീഡിലിന്റെ ചിത്രമാണ്. LP നീഡിൽ ഒരു ലോങ് നീഡില്, ഇതിന്റെ ഉള്ള് ഹോളോ ആയിരിക്കും, പൊള്ളയായിരിക്കും. ഇതിന്റെ സ്റ്റിലറ്റ് ആണിത്. ഈ സ്റ്റിലറ്റ് ഈ നീഡിലിന് ഉള്ളിലേക്ക് കടത്തി കണക്ട് ചെയ്തതിനു ശേഷമാണ് നാം ലംബാർ പങ്ക്ചർ നിർവഹിക്കുക. കാരണം ആ പങ്ക്ചറിങ്, അത് പിയേഴ്സിങ്, തുളച്ച് കയറുന്ന ആ പ്രോസസ്സ് നടത്തുന്നത് സ്റ്റിലറ്റ് ആണ്. ഈ സ്റ്റിലറ്റിന്റെ എൻഡ് ഈ ഭാഗം വരെ എൻഡ് ഉണ്ടാകും. ഈ
സ്റ്റില്ലറ്റ് ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അതിന്റെ എൻഡ് ഇവിടെ എത്തി. എന്നിട്ടാണ് നമ്മൾ ലംബാർ പങ്ക്ചർ നീഡില് സ്റ്റില്ലറ്റ് ഉൾപ്പെടെ പങ്ക്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അത് സബാരക്നോയിഡ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റില്ലറ്റ് നമ്മൾ കുറച്ച് വിഡ്രോ ചെയ്യും. ഈ സ്റ്റില്ലറ്റ് വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഹോളോ സ്പേസിൽ കൂടി CSF ഡ്രോപ്പ് ആയിട്ട് ഇവിടെ വരുന്നു. നമ്മൾ കളക്ടിങ് ബോട്ടിലേക്ക് കളക്ട് ചെയ്യുന്നു. ലംബാർ പങ്ക്ചറിന്റെ സൈറ്റ് മുമ്പ് സൂചിപ്പിച്ചതാണ്. ഒരു അഡൽറ്റ് ആണെങ്കിൽ L3-ക്കും L4-നും അതിന്റെ സ്പൈനസ് പ്രോസസ് ആണ്. നമ്മുടെ നട്ടലിന്റെ കശേരികയുടെ നട്ടലിന്റെ L3 എന്ന് പറയുന്ന നട്ടലിനാണ് L4 എന്ന് പറയുന്ന ആ കശേരിക വെർട്ടിബ്ര. ആ വെർട്ടിബ്രയുടെ ഇടയിലുള്ള സ്പേസിൽ കൂടിയാണ് നമ്മൾ സബാരക്നോയിഡ് സ്പേസിലേക്ക് നീഡില് കടത്തിവിടുക. ഇപ്പോ പേഷ്യന്റ് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്, ഒരു C ഷേപ്പിലാണ് പേഷ്യന്റിനെ നമ്മൾ കിടത്തുക. ആ C ഷേപ്പിൽ കിടത്തിയതിനു ശേഷമാണ് ഈ പൊസിഷനിൽ നമ്മൾ ലംബാർ പങ്ക്ചർ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. പ്രൊസീജിയർ, ലംബാർ പങ്ക്ചർ പ്രൊസീജിയർ അതൊരു സർജൻസ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. എങ്കിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക അതിന്റെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള. sterilize the puncture site as usual, then give local anesthesia. പേഷ്യന്റിന് കുറച്ച് പെയിൻഫുൾ പ്രോസസ് ആണ്, പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാം ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നു. കെയർഫുള്ളി ഇൻട്രൊഡ്യൂസ് ലംബാർ പങ്ക്ചർ നീഡിൽ വിത്ത് ദ സ്റ്റില്ലറ്റ് ടു ദ അരക്നോയിഡ് സ്പേസ്. ആ സ്റ്റില്ലറ്റ് കണക്ട് ചെയ്തിട്ടുള്ള, മുമ്പ് കാണിച്ച പിക്ചറിൽ നമ്മൾ കണ്ടതാണ്, സ്റ്റില്ലറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ആ ലംബാർ പങ്ക്ചർ നീഡിൽ വളരെ കെയർഫുൾ ആയിട്ട് സബാരക്നോയിഡ് സ്പേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Withdraw the stillet and connect manometer to the needle to measure pressure in the subarachnoid space. ഞാൻ പറഞ്ഞു മാനോമീറ്റർ കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാനോമീറ്റർ. ഈ സബാരക്നോയിഡ് സ്പേസിനുള്ളിലുള്ള മർദ്ദം നമ്മൾ അളന്നു നോക്കുന്നു. അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്, കാരണം ചില രോഗങ്ങളിൽ സബാരക്നോയിഡ് സ്പേസിലെ പ്രഷർ കൂടുന്നു, മറ്റു ചില രോഗങ്ങളിൽ സബാരക്നോയിഡ് സ്പേസിലെ പ്രഷർ കുറയുന്നു. ഇപ്പോൾ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ബ്ലീഡിംഗ് ഒക്കെ ഉള്ളപ്പോൾ സബാരക്നോയിഡ് സ്പേസിൽ പ്രഷർ കൂടാറുണ്ട്. അതുപോലെ CSF ലീക്കേജ് ചില കണ്ടീഷനിൽ കാണാറുണ്ട്, അപ്പോൾ സബാരക്നോയിഡ് സ്പേസിലെ പ്രഷർ കുറയും. പല രോഗങ്ങളിലും ബാക്ടീരിയൽ വൈറൽ ഡിസീസുകളിലും ആ പ്രഷർ ചേഞ്ച് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാനോമീറ്റർ കണക്ട് ചെയ്തിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നു. ഈ സ്റ്റില്ലറ്റ് മാറ്റുമ്പോഴത്തേക്കും നമ്മൾ മാനോമീറ്റർ കണക്ട് ചെയ്യുന്നു, പ്രഷർ അളക്കുന്നു. അപ്പോൾ ആ സമയം CSF ലംബാർ പങ്ക്ചർ നീഡിൽ കൂടി അതിന്റെ ഹബിൽ കൂടി ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴുകുന്നു. ആ സമയത്ത് നമ്മൾ CSF-നെ 3 ട്യൂബുകളിൽ കളക്ട് ചെയ്യുന്നു. Then withdraw the needle and apply bandage. അതിനുശേഷം ആവശ്യത്തിന് CSF കിട്ടിയാൽ സ്റ്റില്ലറ്റ് റീഇൻസേർട്ട് ചെയ്ത് നമ്മൾ നീഡിൽ വിഡ്രോ ചെയ്യുന്നു. ബാൻഡേജ്, ആ സൈറ്റിൽ നമ്മൾ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നു. Collection of sample. CSF is collected in 3 sterile containers, preferably plastic. 3 sterile containers ആണ് നമ്മൾ ഉപയോഗിക്കുക. 1, 2, 3 കണ്ടെയ്നേഴ്സ് preferably plastic, കാരണം സെല്ലുലാർ ഡാമേജ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഗ്ലാസിൽ കളക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. First tube is for microbiological studies. കളക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ട്യൂബ് മൈക്രോബയോളജിക്കൽ സ്റ്റഡീസിനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ട്യൂബ്, സെക്കൻഡ് ട്യൂബ് ഈസ് ഫോർ ബയോകെമിക്കൽ സ്റ്റഡി. ബയോകെമിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഷുഗർ, അതുപോലെ പ്രോട്ടീൻ, ക്ലോറൈഡ് തുടങ്ങിയ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നടത്തുന്നു. ചില എൻസൈം സ്റ്റഡീസ് ഒക്കെ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ട് സെക്കൻഡ് ട്യൂബ് ഉപയോഗിക്കുന്നു. തേർഡ് ട്യൂബ് ഈസ് ഫോർ സൈറ്റോളജിക്കൽ സ്റ്റഡീസ്. സൈറ്റോളജിക്കൽ സ്റ്റഡി സെല്ലുലാർ സ്റ്റഡിയാണ്. സൈറ്റോളജിക്കൽ സ്റ്റഡിയിൽ റൊട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് WBC കൗണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽ WBC കൗണ്ട്. ഇത് കൂടാതെ മാലിഗ്രന്റ് സെല്ലിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്താറുണ്ട്. നമ്മൾ ആ രീതിയിൽ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു കളക്ട് അഡീഷണൽ ട്യൂബ് അറ്റ് ദ തേർഡ് ലെവൽ. തേർഡ് ലെവലിൽ ഒരു എക്സ്ട്രാ ട്യൂബ് കൂടി കളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും സൈറ്റോപതോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിതിൻ 1 hour. മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഇപ്പൊ മൈക്രോബയോളജിക്കൽ
സ്റ്റഡീസ് 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കൾച്ചർ നമ്മൾ 1 മണിക്കൂറിൽ പൂർത്തിയാക്കുക. About 2 ml of CSF is collected in each tube. ഓരോ ട്യൂബിലും 2 ml വീതം ഏകദേശം 6 ml CSF ആണ് നമ്മൾ കളക്ട് ചെയ്യുക. ഇപ്പൊ CSF സ്പെസിമെന്റെ പ്രത്യേകത, ഇറ്റ്സ് എ പ്രഷ്യസ് സ്പെസിമെൻ. ഇപ്പൊ യൂറിനോ ബ്ലഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും കളക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ CSF വളരെ ലബോറിയസ് ആൻഡ് റിസ്കി പ്രൊസീജിയറിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയതും ഒരുപാട് പേഷ്യന്റിന് വേദന ഉണ്ടാക്കുന്നതും ഒക്കെ ആയ ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അതുകൊണ്ട് CSFനെ ഒരു പ്രഷ്യസ് സ്പെസിമെൻ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം. രണ്ടാമതൊരു സ്പെസിമെൻ കളക്ഷൻ വരാത്ത രീതിയിൽ ശ്രദ്ധാപൂർവം വേണം ടെസ്റ്റുകൾ നാം ചെയ്യാനായിട്ട്. ടൈപ്സ് ഓഫ് എക്സാമിനേഷൻസ്, ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് നടത്തുക? ക്ലിനിക്കൽ പതോളജിയിൽ മറ്റ് സ്പെസിമെൻസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായിട്ട് നാം നോക്കുന്നത് ഒരു പാരാമീറ്റർ അപ്പിയറൻസ് ആണ്. ഇത് വാട്ടറി ഫ്ലൂയിഡ് ആണെന്ന് മുമ്പ് സൂചിപ്പിച്ചു. വാട്ടറി ഫ്ലൂയിഡ് ആയതുകൊണ്ട് വളരെ ക്ലിയർ ആയിരിക്കും നോർമലി. ടർബിഡിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ അബ്നോർമൽ ആണ്. ടർബിഡിറ്റി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ബാക്ടീരിയയുടെ സാന്നിധ്യം CSFൽ ഉണ്ടാകാൻ പാടില്ല. CSF ഈസ് എ സ്റ്റെറൈൽ സ്പെസിമെൻ. അപ്പോൾ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ടർബിഡിറ്റി ഉണ്ടാകാം. WBC നോർമലി 0 to 5 WBC മാത്രമേ കാണാൻ പാടുള്ളൂ. WBC 200 അതിൽ കൂടുതലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്പെസിമെൻ ടർബിഡ് ആയിരിക്കും. അതുപോലെ നോർമലി RBCs ആർ absent in CSF. RBCയുടെ പ്രസൻസ് അബ്നോർമൽ ആണ്. ലാർജ് നമ്പർ ഓഫ് RBC ഉണ്ടെങ്കിൽ ടർബിഡിറ്റി ഡെവലപ്പ് ചെയ്യാം. Then the presence of fungi means ഫംഗസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് മുഖാന്തരവും ടർബിഡിറ്റി ഉണ്ടാകാം. But turbidity is abnormal anyway. Then color, normally it is colorless, no color, very transparent ആയിട്ടുള്ള colorless ആയിട്ടുള്ള fluid ആണ് CSF. Then yellow color, it's abnormal. It is due to jaundice or older hemorrhage. Jaundice എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം, ബിലിറൂബിന്റെ അളവ് കൂടുന്ന അവസ്ഥ. അങ്ങനെ ജോണ്ടിസ്, സിവിയർലി ജോണ്ടിസ് ഉള്ള ഒരു കണ്ടീഷൻ, ഇക്ടറിക് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ CSFന് യെല്ലോ കളർ ഉണ്ടാകാം. അതുപോലെ ഓൾഡർ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഹെമറേജ് രക്തസ്രാവം ഞാൻ പറഞ്ഞു. രക്തം അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് രക്തക്കുഴലാണ്. രക്തക്കുഴലിൽ നിന്ന് പുറമേക്ക് വരുന്ന രക്തം അത് ബോഡി ക്യാവിറ്റി ആയിരിക്കാം, സ്പേസ് ആയിരിക്കാം, ഔട്ട്സൈഡ് ആയിരിക്കാം, വേറെവർ ഇറ്റ് മേ ബി. അതിന് നാം പറയുന്ന പേരാണ് ഹെമറേജ്. അപ്പോൾ ഹെമറേജ് സബാരക്രോയിഡ് സ്പേസിലേക്ക്, CSF നിറഞ്ഞിരിക്കുന്ന സ്പേസിലേക്ക് ഹെമറേജ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഓൾഡർ ഹെമറേജ് ആണെങ്കിൽ, കുറെ കാലങ്ങൾക്ക് മുമ്പ്, കുറെ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഹെമറേജ് ആണെങ്കിൽ RBC ഒക്കെ ലൈസ് ചെയ്തിട്ട് ആ പോർഫൈറിൻസ് ഒക്കെ പുറത്തു വന്നിട്ട് കളർ യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ടാകാം. ഇപ്പൊ യെല്ലോ കളർ CSF കണ്ടാൽ വി ക്യാൻ സസ്പെക്ട് ജോണ്ടീസ് ഓർ ഓൾഡർ ഹെമറേജ്. പിന്നെ റെഡ് കളർ ആണ്. റെഡ് കളർ ഉണ്ടാവാൻ 2 കാരണമുണ്ട്. ഒന്ന്, CSFന്റെ ലംബാർ പങ്ക്ചർ പ്രോപ്പർ ആയിട്ടല്ല നടന്നതെങ്കിൽ CSFന്റെ കൂടെ ബ്ലഡ് കൂടി മിക്സ് ചെയ്ത് വരാം. കറക്റ്റ് സബാരക്രോയിഡ് സ്പേസിലേക്ക് ഒരു സിംഗിൾ സ്ട്രെച്ച് പങ്ക്ചർ അല്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് മിക്സ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ട്രോമാറ്റിക് പങ്ക്ചർ എന്നാണ് പറയുക. ആ സാമ്പിളിന് ബ്ലഡി സ്പെസിമെൻ എന്ന് പറയും. അപ്പോൾ കാണുന്ന ആ RBC അത് CSFൽ കാണുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള CSFന്റെ കളർ റെഡ് ആയിരിക്കും. രണ്ടാമത് കാരണമുള്ളത് ഹെമറേജ്. ഓൾഡർ ഹെമറേജ് ആണെങ്കിൽ യെല്ലോ ആയിരിക്കും. ഫ്രഷ് ഹെമറേജ് ആണെങ്കിൽ, സബാരക്രോയിഡ് സ്പേസിൽ അധികം വൈകാത്ത അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഹെമറേജ് ആണെങ്കിൽ റെഡ് കളർ CSFന് കാണപ്പെടുന്നു. അടുത്ത പാരാമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓൾമോസ്റ്റ് വാട്ടറി ഫ്ലൂയിഡ് ആയതുകൊണ്ട് 1.003 ആണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി. ചില കാഴ്ചനോമകളിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നതായിട്ട് കാണാം. ഇപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്ന ആ CSF മോർ വിസ്കസ് ആയിരിക്കും, കൊഴുപ്പ് കൂടിയ പോലെ നമുക്ക് തോന്നും, മോർ വിസ്കസ് ആയിരിക്കും ചിലതരം കാഴ്ചനോമകളിൽ. കാഴ്ചനോമ എന്ന് പറഞ്ഞാൽ ഒരുതരം ക്യാൻസർ ആണ് കാഴ്ചനോമ. ചിലതരം കാഴ്ചനോമകളിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഈ 1.003യേക്കാൾ കൂടുതലായിട്ട് കാണാം. റിഫ്രാക്ടോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. കോബ് വെബ് ക്ലോട്ട്, നോർമൽ CSF സൂചിപ്പിച്ചതുപോലെ ക്ലിയർ ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും, അതിൽ ക്ലോട്ട് ഉണ്ടാവില്ല. ചില രോഗങ്ങളിൽ CSFല് ക്ലോട്ട് കാണാം. അങ്ങനെ കോബ് വെബ് ടൈപ്പ് ക്ലോട്ട്
കാണപ്പെടുന്ന ഒരു രോഗമാണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസിൽ മാത്രമല്ല, പക്ഷെ ട്യൂബർകുലോസിസിൽ ഇപ്രകാരത്തിലുള്ള ക്ലോട്ട് കാണാം. ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ഓർക്കും അത് ലങ്സിനെ ബാധിക്കുന്ന രോഗമല്ലേ. ട്യൂബർകുലോസിസ് ലങ്സിനെ മാത്രമല്ല ബാധിക്കുക, സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ട്യൂബർകുലോസിസിലാണ് ഈ കോബ് വെബ് ക്ലോട്ട് കാണുക. അതല്ലാതെ പൾമണറി അഥവാ ലങ്സിൽ ഉണ്ടാകുന്ന ട്യൂബർകുലോസിസിലല്ല, മെൻജസിലും സ്പൈനൽ കോഡിലും ഒക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ട്യൂബർകുലോസിസിലാണ്, ക്ഷയരോഗത്തിലാണ് കോബ് വെബ് ടൈപ്പ് ക്ലോട്ട് കാണപ്പെടുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകൾ, ടോട്ടൽ WBC കൗണ്ട്, ഡിഫറൻഷ്യൽ WBC കൗണ്ട്. ബ്ലഡിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് പുതിയ ടെർമിനോളജി അല്ല. ടോട്ടൽ WBC കൗണ്ട്, ഡിഫറൻഷ്യൽ WBC കൗണ്ട് എന്നിവ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് റുട്ടീൻ CSF എക്സാമിനേഷനിൽ ചെയ്യുന്നു. WBC കൗണ്ട്, നോർമൽ WBC കൗണ്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 0 to 5 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. ബ്ലഡിലെ WBC കൗണ്ട് നമുക്കറിയാം 4000 to 11000 ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 0 to 5 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. ആ സെല്ലുകളിൽ തന്നെ ലിംഫോസൈറ്റ്സ് ആണ് കാണപ്പെടുക. നോർമലി ലിംഫോസൈറ്റ്സ് ആണ് കാണപ്പെടുക. ബാക്കിയുള്ള WBC കാണാറില്ല നോർമലി. ഇനി കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. CSF is diluted 1/10 using a diluting fluid. ഇപ്പൊ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ടെക്സ് ഫ്ലൂയിഡ് നമുക്ക് ഉപയോഗിക്കാം. ടെക്സ് ഫ്ലൂയിഡ് WBC കൗണ്ടിന് മാനുവൽ മെത്തേഡിന് ഉപയോഗിക്കുന്നതാണ് ടെക്സ് ഫ്ലൂയിഡ്. ഇവിടെ ടെക്സ് ഫ്ലൂയിഡ് ഉപയോഗിക്കാം. WBC കൗണ്ടിന് 1/20 ഡയലൂഷൻ ആണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ 1/10 ഡയലൂഷൻ. ഡിഫറൻസ് അത്ര മാത്രമേ ഉള്ളൂ. 1/10 ആണ് ഡയലൂഷൻ. 1/10 ഡയലൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ WBC പിപ്പറ്റില് 1 മാർക്ക് വരെ CSF എടുക്കുക, then 11 മാർക്ക് വരെ ടെക്സ് ഫ്ലൂയിഡ് എടുക്കുക. അപ്പോൾ അതിന്റെ ഡയലൂഷൻ 1/10 ആയിരിക്കും. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബർ അല്ലെങ്കിൽ ഫൂഷ് റോസെൻതാൾ കൗണ്ടിങ് ചേംബർ ആണ് ഉപയോഗിക്കാം. ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഫൂഷ് റോസെൻതാൾ കൗണ്ടിങ് ചേംബറിന്റെ ഒരു വ്യത്യാസം, പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിന് ഡെപ്ത് കൂടുതലാണ്. ന്യൂബാർ കൗണ്ടിങ് ചേംബറിന്റെ ഡെപ്ത് 0.1 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് 0.2 മില്ലിമീറ്റർ ഡെപ്തിന്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പൊ കൂടുതൽ വോളിയം ഫ്ലൂയിഡിനെ നമുക്ക് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫൂഷ് റോസെൻതാൾ കൗണ്ടിങ് ചേംബർ ആണെങ്കിൽ. If large corner columns, corner squares are counted, n in 25 is the formula. നമ്മൾ ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ 4 കോർണർ സ്ക്വയേഴ്സ്, അതായത് WBC കൗണ്ടിന് ബ്ലഡിലെ WBC കൗണ്ട് ഉപയോഗിക്കുന്ന അതേ ഏരിയ ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ n into 25, where n is the number of cells counted, 25 is the factor. 25 എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Increased cell count is seen in meningitis, encephalitis, poliomyelitis, etc. സെൽ കൗണ്ട് കൂടുന്ന കണ്ടീഷനാണ്. ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ആ വീക്കം, ഇൻഫ്ലമേഷൻ, അത് ബാക്ടീരിയലാകാം, വൈറലാകാം, ഫംഗലാകാം, എന്താണെങ്കിലും അതിന് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. ആ കണ്ടീഷനിൽ സെൽ കൗണ്ട് കൂടാം. അതുപോലെ എൻസെഫലൈറ്റിസ്, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനിൽ കൂടാം. അതുപോലെ പോളിയോ മൈലൈറ്റിസിലും സെൽ കൗണ്ട് വർദ്ധിക്കുന്നു. ഡിഫറൻഷ്യൽ സെൽ കൗണ്ട്, ഡിഫറൻഷ്യൽ സെൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകൾ എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഡിഫറൻഷ്യൽ സെൽ കൗണ്ട് എന്ന് നാം പറയുന്നത്. ബ്ലഡിലെ ഡിഫറൻഷ്യൽ സെൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി നാം ചെയ്യുന്നത് ഒരു തിൻ സ്മിയർ ഉണ്ടാക്കി ആ തിൻ സ്മിയറിനെ ലീഷ്മാൻ അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ജിംസ ഏതെങ്കിലും സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുന്നു. ഇവിടെയും നമുക്ക് അതുപോലെ ഒരു സ്മിയർ ഉണ്ടാക്കണം. സ്മിയർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സെല്ലുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി ബ്ലഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നറിയാം. അതുകൊണ്ട് സെല്ലുകളെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് CSF സെൻട്രിഫ്യൂജ് ചെയ്യുക. അങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ആ സെൻട്രിഫ്യൂജ് ചെയ്ത CSFന്റെ സെഡിമെന്റ്, അടിയിൽ അടിഞ്ഞ ആ ഭാഗം, ആ സെഡിമെന്റ് എടുത്ത് അത് ഉപയോഗിച്ച് സ്മിയർ ഉണ്ടാക്കുന്നു. ആ സ്മിയർ ഡ്രൈ ചെയ്ത് ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുന്നു. ലീഷ്മാൻ സ്റ്റെയിൻ വേണമെന്നില്ല, ജിംസ സ്റ്റെയിനോ അങ്ങനെ ഏതെങ്കിലും ഉള്ള റോമനോസ്കി സ്റ്റെയിൻ ഉപയോഗിക്കുക. അങ്ങനെ സ്റ്റെയിൻ ചെയ്ത് ഡ്രൈ ആക്കി മൈക്രോസ്കോപ്പിന്റെ ഓയിൽ ഇമേഴ്ഷനിൽ ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് സെല്ലുകളുടെ എണ്ണം ശതമാനക്കണക്കിൽ എത്ര പെർസെന്റേജ്, 100 സെൽസ് എന്നാണെങ്കിൽ ആ 100ൽ എത്ര എണ്ണം എന്നുള്ള രീതിയിൽ പെർസെന്റ് ആയിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു.
ഇപ്പൊ ബ്ലഡിലാണെങ്കിൽ ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, യൂസിനോഫിൽ, ബേസോഫിൽ, അങ്ങനെ ഓരോന്നും നമ്മൾ ശതമാന കണക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ ഇവിടെയും അതിനെ പെർസെന്റേജ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻക്രീസ്ഡ് ന്യൂട്രോഫിൽസ് ആർ സീൻ ഇൻ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ്, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അങ്ങനെയുള്ള മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ, ആ ബാക്ടീരിയകൾ ഉണ്ടാകുന്ന ഇപ്പൊ നീസീരിയ മെനിഞ്ചൈറ്റിസ്, അതെല്ലാം മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയ അങ്ങനെ മെനിഞ്ചൈറ്റിസ് കൊണ്ടുണ്ടാക്കിയ ബാക്ടീരിയ ഉണ്ടായ മെനിഞ്ചൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ കൗണ്ട്, ന്യൂട്രോഫിലിന്റെ ശതമാനം വർദ്ധിക്കുന്നു. ഇപ്പൊ ശ്രദ്ധിക്കുക, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ വർദ്ധിക്കുന്നത് ന്യൂട്രോഫിലിന്റെ എണ്ണമായിരിക്കും. നേരെ തിരിച്ച് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ വർദ്ധിക്കുന്നത് ലിംഫോസൈറ്റ്സിന്റെ എണ്ണമായിരിക്കും. അതുപോലെ ട്യൂബർകുലോസിസ്, ക്രോണിക് ആയിട്ടുള്ള ട്യൂബർകുലോസിസ് പോലുള്ള രോഗമാണെങ്കിലും ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുമ്പോൾ ലിംഫോസൈറ്റ്സിന്റെ ശതമാനമായിരിക്കും വർദ്ധിക്കുന്നത്. കെമിക്കൽ എക്സാമിനേഷൻ. CSFന്റെ കെമിക്കൽ എക്സാമിനേഷനിൽ റൊട്ടീൻ ആയിട്ട് ചെയ്യുന്നത് 3 ടെസ്റ്റുകളാണ്. എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൂക്കോസ്, എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻസ്, എസ്റ്റിമേഷൻ ഓഫ് ക്ലോറൈഡ്. എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. നോർമൽ ലെവൽ 40 to 70 milligram per deciliter. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ നോർമൽ ഫാസ്റ്റിംഗ് ലെവല് 70 to 110 milligram per deciliter ആണ്. അപ്പൊ ബ്ലഡ് ലെവലിനേക്കാൾ ഒരു 30 അല്ലെങ്കിൽ 35 മില്ലിഗ്രാം കുറവായിരിക്കും CSFലെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ഈ ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി GOD POD മെത്തേഡ് അല്ലെങ്കിൽ ഹെക്സോകൈനസ് മെത്തേഡ് ആണ് ഉപയോഗിക്കുക. GOD POD എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ് മെത്തേഡ് ആണ്. അതുപോലെ ഹെക്സോകൈനേസ്, ഇത് രണ്ടും എൻസൈമാറ്റിക് മെത്തേഡുകളാണ്. ഈ മെത്തേഡുകളെ കുറിച്ച് വിശദമായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനിൽ പഠിക്കാനുണ്ട്. മെത്തേഡിന്റെ പേര് മാത്രം ഓർത്തിരിക്കുക, GOD POD അല്ലെങ്കിൽ ഹെക്സോകൈനസ് മെത്തേഡ്. ഇത് ഉപയോഗിച്ചാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ നോർമലിനേക്കാൾ കൂടുതലായി കാണുന്ന ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നും CSFനെ സംബന്ധിച്ചില്ല. കാരണം CSF ഗ്ലൂക്കോസ് ഡിറ്റർമിനേഷൻ ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് അല്ല. CSFന്റെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതാണ് പ്രധാനമായിട്ടും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. അങ്ങനെ അളവ് കുറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, മാലിഗ്നൻസി, ഹെമറേജ് തുടങ്ങിയ അവസ്ഥകളിൽ CSFലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മെനിഞ്ചൈറ്റിസ് പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ക്യാൻസർ, മാലിഗ്നൻസി, അതുപോലെ രക്തസ്രാവം, ഹെമറേജ്, ഈ കണ്ടീഷൻസിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനേക്കാൾ സിഗ്നിഫിക്കന്റ് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതാണെന്ന് മനസ്സിലാക്കുക. പ്രോട്ടീൻ എസ്റ്റിമേഷൻ ആണ്. പ്രോട്ടീൻ നോർമലി 15 മുതൽ 45 വരെ മില്ലിഗ്രാം മാത്രമേ കാണാറുള്ളൂ. ബ്ലഡിലുള്ള പ്രോട്ടീന്റെ അളവ് എന്ന് പറയുന്നത് 6000 മുതൽ 8000 വരെ, അതായത് 6 to 8 grams ആണ്. ഇവിടെ അത് 15 to 45 മില്ലിഗ്രാം ആണ്. അങ്ങനെ കാണപ്പെടുന്ന പ്രോട്ടീനിൽ ഗ്ലോബുലിൻ ആണ് പ്രധാനമായിട്ടും കാണപ്പെടുക. ഈ പ്രോട്ടീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ടർബിഡിമെട്രി ആണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു ഫോട്ടോമെട്രിക് മെത്തേഡ് ആണ് ടർബിഡിമെട്രി. നമ്മൾ കളറിമെട്രിയെ കുറിച്ച് പഠിച്ചിരുന്നു. അതുപോലെ ടർബിഡിമെട്രി ആണ് ഇവിടെ ഉപയോഗിക്കുക. സൾഫോ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ച് ഈ പ്രോട്ടീനുകളെ നാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. സൾഫോ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ച് പ്രോട്ടീനുകൾ ടർബിഡിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ആ ടർബിഡിറ്റി ആണ് മെഷർ ചെയ്യുക. ഈ സൾഫോ സാലിസിലിക് ആസിഡിന് പകരം ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് ഉപയോഗിക്കാം. ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് ഉപയോഗിച്ചും പ്രോട്ടീനെ ടർബിഡ് ആക്കി മാറ്റാം. ആ ടർബിഡിറ്റി ഫോട്ടോമെട്രിക് ആയിട്ട് മെഷർ ചെയ്യുന്നു, സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടീന്റെ എസ്റ്റിമേഷൻ CSFൽ നടത്തുക. Proteins is increased in meningitis, hemorrhage, etc. Protein concentration ഈ 15 മുതൽ 45 വരെയാണ് നോർമൽ. അത് നല്ല രീതിയിൽ വർദ്ധിക്കുന്നത് മെനിഞ്ചൈറ്റിസ്, ഏത് രീതിയിലുള്ള മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും, ബാക്ടീരിയലോ വൈറലോ ഫംഗലോ ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ആ മെനിഞ്ചൈറ്റിസിൽ പ്രോട്ടീൻ അളവ് കൂടുന്നു. അതുപോലെ തന്നെ ഹെമറേജ്, രക്തസ്രാവത്തിലും പ്രോട്ടീന്റെ അളവ് വർദ്ധിക്കുന്നു. എസ്റ്റിമേഷൻ ഓഫ് ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ് അയോൺസിന്റെ ലെവൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നോർമലി 115 to 125 മില്ലി ഈക്വലൻസ് പെർ ലിറ്റർ ആണ് നോർമൽ കോൺസെൻട്രേഷൻ. കണ്ടുപിടിക്കാൻ വേണ്ടി ടൈട്രേഷൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ
കളറിമെട്രിക് മെത്തേഡ്സ് ഉപയോഗിക്കാം. കളറിമീറ്റർ ഉപയോഗിച്ചും ക്ലോറൈഡിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലോറൈഡിന്റെ എസ്റ്റിമേഷൻ വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. കാരണം ക്ലോറൈഡിന്റെ അളവ് മെനിഞ്ചൈറ്റിസിൽ കുറയുന്നു, എല്ലാത്തരം മെനിഞ്ചൈറ്റിസിലും കുറയുന്നു. അപ്പൊ അതുകൊണ്ട് മെനിഞ്ചൈറ്റിസിന്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിനൊന്നും ക്ലോറൈഡ് എസ്റ്റിമേഷൻ നമുക്ക് ഉപയോഗിക്കാനാകുന്നില്ല. ഇത്രയുമാണ് CSFനെ സംബന്ധിച്ച് CSFന്റെ റുട്ടീൻ എക്സാമിനേഷൻ. ഇതിനപ്പുറത്തുള്ള ധാരാളം ടെസ്റ്റുകൾ, എൻസൈമാറ്റിക് സ്റ്റഡീസ്, മൈക്രോബയോളജിക്കൽ സ്റ്റഡീസ്, അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ CSF ഉപയോഗിച്ച് നടത്താറുണ്ട്. എങ്കിലും റുട്ടീനായിട്ട് ഒരു സാധാരണ റുട്ടീൻ ലബോറട്ടറിയിൽ ഒരു CSF എക്സാമിനേഷൻ എന്ന ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.